പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഭയങ്കര ചൂട് കൊണ്ട് നമുക്കിരിക്കാൻ പറ്റുന്നില്ല അല്ലേ? അപ്പോൾ ഈ സമയം നമുക്ക് അടുക്കളയിൽ നിൽക്കാനും ആ ചൂടത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ നല്ല പ്രയാസമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, മടിയുണ്ടല്ലേ? എപ്പോൾ ഒന്ന് അടുക്കളയിൽ നിന്ന് മാറുമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കേട്ടോ. അപ്പോൾ ഒന്ന് സേവ് ചെയ്ത് വെച്ചോ. അപ്പോൾ ഇത് എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് തൈര് ഞാൻ അളന്നെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര വേണം, എത്ര ക്വാണ്ടിറ്റി വേണം അതിനനുസരിച്ച് തൈര് എടുക്കുക. ഇനി ഈ തൈര് നമുക്ക് കട്ടകളില്ലാതെ ഒന്ന് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കുക. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തി ഓളെന്നുള്ള ഓപ്ഷൻ കൂടി കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷന് അതാത് സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്കും ഹൈപ്പും തരാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഞാൻ 2 ചെറിയ സവാള ഇതുപോലെ സ്ലൈസായിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നൈസായിട്ട് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില. അപ്പോൾ മല്ലിയിലയുടെ ഫ്ലേവർ ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് ഇച്ചിരി കൂടെ കൂടുതൽ ചേർക്കാം. അല്ല വേണ്ടാന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ആ മല്ലിയില ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഞാൻ ഒരു വലിയ പൊട്ടറ്റോ പുഴുങ്ങി എടുത്തിട്ടുണ്ട് ഉപ്പിട്ട്. അപ്പോൾ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ചെറിയ സ്ക്വയർ പീസായിട്ട് ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണ് നല്ല ജീരകം പൊടിച്ചത്, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. രുചിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല കിടിലൻ റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഉറപ്പായിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടും. നല്ലപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഈ സമയം ഉപ്പൊക്കെ നോക്കുക. ഉപ്പ് കൂടുതലായിട്ട് വേണമെന്നുള്ളവർക്ക് കൂടുതൽ ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക. വേണ്ടാന്നുള്ളവർക്ക് അതിനനുസരിച്ച് ചേർത്താൽ മതിയാവും. ഇത് മാറ്റി വെച്ചതിന് ശേഷം നമുക്കൊരു താളിപ്പും കൂടെ തയ്യാറാക്കാം. അപ്പോൾ വളരെ എളുപ്പമാണ്. ഒരുപാട് സമയമൊന്നും നിൽക്കേണ്ട, ഒരുപാട് സമയം ചൂടൊന്നും അടിക്കേണ്ട, എളുപ്പത്തിൽ തയ്യാറാക്കാം. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഞാൻ ആവശ്യത്തിനുള്ളത് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക. കടുക് നല്ലപോലെ ഒന്ന് പൊട്ടി വരട്ടെ. ഇനി ഇതിലേക്ക് വേണ്ടത് ഞാൻ കുറച്ച് കസ്തൂരി മെത്തി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണിൽ ഒരു അല്പം കൂടുതൽ എടുത്തിട്ടുണ്ട് മുളക് പൊടിയും കൂടെ ചേർത്ത് ഇതൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ തീ ഓഫ് ചെയ്തിട്ടാണ് ഞാനിത് ചെയ്യുന്നത്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. കരിഞ്ഞാൽ ഈ ടേസ്റ്റ് എല്ലാം മാറിപ്പോവും. ഇനി നമുക്കിത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ റെസിപ്പിയിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി എടുത്താലുണ്ടല്ലോ ഒരു രക്ഷയില്ല കേട്ടോ. നല്ല കിടിലൻ ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഒന്ന് തയ്യാറാക്കി നോക്കുക. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കാം. അപ്പോൾ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ മിക്സാക്കി എടുക്കുമ്പോൾ ആ കളർ കാണുമ്പോൾ തന്നെ നമ്മൾ കഴിക്കും കേട്ടോ. അത്ര ടേസ്റ്റാണ്. നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്താൽ നമ്മുടെ ജോലി കഴിയും. വളരെ എളുപ്പമല്ലേ? എത്ര പെട്ടെന്ന് നമ്മളിത് തയ്യാറാക്കിയെടുത്തത്. ഇത്രയും മതിയാവും. ഇനി ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഈ പാത്രത്തിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അതിൻ്റേതായ ഒരു രീതി ഉണ്ടല്ലോ. അപ്പോൾ അതിനായിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ. അതുപോലെ തന്നെ പൂർണ്ണമായിട്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാ ദിവസവും ഇനി വീഡിയോ കഴിയുന്ന പരമാവധി ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. നല്ല ചൂടാണ്. എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഓടിയെത്തുന്നവരെയും എല്ലാ കൂട്ടുകാർക്കും ബായ്.